വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തമ്പലത്തിലാണ്. പൂവമ്പഴം, അതായത് പൂവമ്പഴത്തിന് കൊല കൊടുക്കാൻ വേണ്ടി ഇവിടെ കാണിക്കുകയാണ്. കൊല സമർപ്പണം എന്ന് പറയും. നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂവമ്പഴം അല്ലേ? പൂവമ്പഴം ഉണ്ടല്ലേ. ഇവിടെ എങ്ങനെ ആരും പൂവമ്പഴം കഴിക്കാൻ പാടില്ല അല്ലേ? നേരിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ. നല്ല ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഈ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ ഉണ്ട്, വെള്ളം കണ്ടില്ലേ, കാലാവസ്ഥ തന്നെ കണ്ടില്ലേ, ഒരു നല്ല പച്ചപ്പും അല്ലേ, സംഭവങ്ങളൊക്കെ അല്ലേ. പിന്നെ ഈ കല്ലിന് ഗ്രിപ്പുകളുണ്ട്, സുഖം. അപ്പോൾ ഓരോ അമ്പലത്തിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങളാണ് മേടിക്കുന്നത്. പഴങ്ങൾ ശരി. അപ്പോൾ നമ്മുടെ തൃപ്പക്കോട് അമ്പലത്തില് പൂവമ്പഴമാണ് മേടിക്കുന്നത്. അത് ഞങ്ങൾ ഒരു കൊല പഴം മേടിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്, ഫ്രണ്ട് ഭാഗം. കൊടിമരം നിൽക്കണമെങ്കിൽ നല്ല മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. നല്ല മഴക്കാറുണ്ടല്ലേ. അമ്മമ്മ സഹായിക്കണമല്ലേ. നമ്മൾ ഡ്രസ്സ് മാറട്ടെ, അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ ഡ്രസ്സ് മാറണം. ഷട്ടൂരി മാത്രം മുണ്ടെടുത്ത് അങ്ങനെ ഷട്ടൂരി അല്ല, ഷട്ടല്ല, ജുബയൂരി. അപ്പോൾ നമുക്ക് അകത്ത് കയറാം അല്ലേ. കറക്റ്റ് 8:05. നമ്മൾ പ്രസാദം വാങ്ങിച്ചു. അച്ഛൻ്റെ പഴം കൊണ്ടുവരണം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പഴം മേടിച്ചേട്ടാ. ഒരു കൊലപ്പഴം പഴമാണ്. ഇതിൽ നമുക്ക് പേരുന്നാൾ എഴുതി കൊടുക്കുന്നുണ്ട്. പുഷ്പാഞ്ജലി അഷ്ടോത്തര ഭസ്മവും കിട്ടും, ചന്ദനവും കിട്ടും. കൂവളത്തിൻ്റെ ഇതാണ് മഹാദേവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എരിക്കും പൂവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്കൊന്ന് ചന്ദനം തൊടാം. ഓക്കെ. തന്നെ ഞാൻ തെന്നി വീണാലോ അവിടെ മുണ്ട് നോക്കിയത്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ മാറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നോക്കി അവിടെ കണ്ട പൊളിച്ചിട്ടുണ്ടല്ലേ. എന്താ വഴിയൊക്കെ ഇട്ടാണ്, കല്ല് കിട്ടാവൂലേ. ആ ഓ, അമ്പലത്തിൽ നിന്ന് വെള്ളം ഒഴുകി പോളൂ. ആലോചിക്കാം. അപ്പോൾ അതിനകത്ത് ഇവിടെ വെള്ളം കെട്ടിക്കുന്നല്ലേ മഴ കാരണം. വേലപ്പിന് എവിടെയും വന്നല്ലോ. ഞങ്ങളുടെ ഒപ്പം വരണപ്പോ പ്ലാവും കൂടിയിട്ട്. അയ്യോ അതെ, ആലും മാവും കൂടിയിട്ടാണ് ഇതിപ്പോ ആൽപ്ലാവ്. ഇതാണ് ആൽപ്ലാവ്. ആൽപ്ലാവ് ഇപ്പോൾ നമുക്ക് ഇവിടെ നേരെ പോയി കാണാണ് അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ട്. അവിടെ പോയി നമുക്ക് തൊഴാം. എൻ്റെ ഓർമ്മ വെച്ചേ ഇവിടെ ഉത്സവം 10 ഉത്സവം എന്തോ സംഭവം കൃത്യമായിട്ട് അറിയില്ല. ആ ഉത്സവം 10 ദിവസം ഉണ്ട്. ആ ഉത്സവത്തിന് ഇവിടെ ആനകളെ നിരത്തി നിർത്തും. ഇവിടെ അല്ലേ വെച്ചാ ഇതല്ല മമ്മ, ഇവിടെ ആനനെ അനുസരിച്ച് അപ്പുറത്തേളം ഉണ്ടാവും. ആലോചിക്കൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ, പ്രത്യേക രസം കേൾക്കാനായിട്ട്. അന്നൊക്കെ എനിക്ക് പേടി. ഈ കാണുന്ന ഈ വഴി കണ്ടില്ലേ, ഈ കെട്ടിയിട്ടുള്ള ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ പോവാം. കാരണം ഇവിടെ ഫുള്ള് ആനയോ. നമ്മൾ തൃപ്പക്കോട് അമ്പലത്തിൽ നമ്മൾ പൂവമ്പഴം മേടിച്ചു നമ്മൾ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ തൃപ്പക്കോട് അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം വൈക്കത്തെ അമ്പലത്തിൻ്റെ അതേപോലെ തന്നെയുള്ള ഒരു അറ്റ്മോസ്ഫിയറും അതേപോലെ തന്നെയാണ് ഈ മറ്റേ വിളക്കുകളും എല്ലാം അങ്ങനെ തന്നെ വെച്ചിരുന്നത്. പിന്നെ ഈ മറ്റേ 1-2 സ്ഥലത്ത് മാത്രമേ നമ്മുടെ മറ്റേ നന്ദി ഇരിപ്പുള്ളൂ. വൈക്കത്തമ്പലത്തിൽ 4 ഭാഗത്തും ഇരിപ്പുണ്ട് നന്ദി. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മറ്റെന്താ പറയുക, രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇന്ന് രാവിലെ നടന്നത്. അത് തൃപ്പൂർ അമ്പലത്തിൽ വന്ന് പോയിട്ട് അല്ലേ. പിന്നെ അത് മാത്രമല്ല, വൈക്കത്തമ്പലത്തിൽ നമ്മുടെ തൃപ്പൂണിത്തമ്പലത്തിലൊക്കെ ഈ സ്റ്റേജ് ഉണ്ടല്ലോ, കാണുമ്പോൾ ഒരേപോലെ
സ്ഥലഭാഗമൊക്കെ ഒരേപോലെ അല്ലേ? കറക്റ്റ് പ്ലാനൊക്കെ ഒരേപോലെ ഇട്ട് തോന്നും അല്ലേ? രണ്ടും മഹാദേവനാണ്, പക്ഷെ അവരുടെ ഭാവങ്ങൾക്ക് വ്യത്യാസം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ തൃപ്പകുടത്ത് ഉത്സവത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഭഗവാൻ ധ്യാനത്തിലിരിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുന്നത്. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് വരുന്നത്. സംഗീതമൊക്കെ ഉണ്ടാവും, പാട്ടും ഡാൻസും ഇങ്ങനെ കൈ നാടകമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അത് വേറെ കുറച്ച് കേട്ടോ. വർഷം നടത്തിയ സംഭവം നമുക്ക് അങ്ങനെ പരിചയമില്ല. നമ്മള് വർഷത്തിൽ ഡിഗ്രി കേൾക്കണ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഭക്തിയാട്ടം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു കഥയും കൂടിയാണ്, നല്ല കണക്റ്റീവ് ആയിട്ടല്ലേ ഭഗവാൻ ഇഷ്ടമുള്ള കഥയും കൂടിയാണ്. നമ്മളങ്ങനെ കണ്ടു പരിചയം ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് എന്താ സ്ഥിരമായിട്ട് അതിനെ കുറിച്ചെല്ലാം അറിയാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയും, കഥകളി എന്ന് പറയുന്നത് ഒരാള് അറിയുന്ന ഒരാൾക്ക് ഇരുന്ന് കാണാൻ വലിയ ഇഷ്ടം, പക്ഷെ അറിയാത്ത ഒരാൾക്ക് അതിന് മുമ്പിൽ ഇരുന്നിരുന്നു ഒന്നും മനസ്സിലാവില്ല. അതുപോലത്തെ ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ അത് അറിയുന്നവർ, അത് ഒരു വർഷങ്ങളായിട്ട് കണ്ട് പരിചയിച്ചുകൊണ്ടാണ് അതിന്റെ കഥയും അതിന്റെ കളിയും അതിന്റെ രൂപങ്ങളും എല്ലാം ഇവർക്ക് വ്യക്തമാണ്. പക്ഷെ കാണാത്തൊരു വ്യക്തിക്ക് കാണുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതാണ് സംഭവം. ഇവിടെ നിന്നൊരു മാല ഓം നെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടില്ലേ? അടിപൊളിയാണ്. കുളം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറ അമ്പലത്തിലേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ തന്നെ ഒരു ഗോപുരമുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ വേറൊരു കുളം കൂടി ഉണ്ട്. കുളം അല്ലേ? അത് തൃപ്പൂണിത്തുറ ദേവസ്വത്തിന്റെ കുളം തന്നെയാണ്. അവരുടെ ക്ഷേത്രക്കുളമാണ്. ഇവിടെ ഇപ്പൊ ഫുള്ള് ഇതാണ് നമ്മുടെ ഈ മഴയും കാലിലൊക്കെ ഫുള്ള് പുല്ല് പായലാണ്. ഒരു സമയത്തൊക്കെ ഇവിടെ ഫുള്ള് വൃത്തിയാക്കിണ്ടായിരുന്നു എന്നിട്ട് ഫുള്ള് ഇത് വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞ് ഫുള്ള് വൃത്തിയാക്കണം. അപ്പൊ എന്ത് ചളിയൊക്കെ അറിയോ പല വൃത്തിയുള്ള കുളയുമാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കുളിക്കാം. പിന്നെ അവിടെ ഉള്ളത് നമ്മൾ കാണിച്ചില്ല, അത് നമ്മൾ ആറാട്ടുകളാണത്. അമ്പലത്തിനുള്ളിൽ രണ്ട് കുളം തൃപ്പൂണിത്തുറ ദേവസ്വം പ്രത്യേക ദേവസ്വം തന്നെയാണ്. പക്ഷെ ഇത് മെയിനായിട്ടും ഇത് തിരുവിതാംകൂർ ദേവസ്വം അല്ലേ? തിരുവിതാംകൂർ ദേവസ്വമാണ്. അമ്പലം കാര്യങ്ങളൊക്കെ തൃപ്പൂണിത്തുറ ദേവസ്വം അവരുടെ സംഭവമാണ് ഈ കാണുന്നത്. എന്തൊക്കെയല്ലേ? അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ പുറത്തേക്ക് വന്നു. ഇനി നേരെ വീട്ടിൽ പോവാ അല്ലേ? അങ്ങനെ അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ രസമായിരുന്നു. ഇനി വൈക്കത്തമ്പലത്തിനും പോകണം. അപ്പൊ വൈകുന്നേരം പോവാം. അത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നേരെ അവിടെ അതുപോലെ തന്നെ പഴം മേടിക്കാനുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു കൊല മേടിക്കണം, എന്നിട്ട് വേണം അവിടെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കൂടി വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.